ലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സീമന്തിനിയാണെങ്കിൽ തളർന്ന് കിടക്കണ മേഘനാഥൻ്റെ അടുത്ത് വന്നിട്ട് ഈ വാമദേവനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കണ്ണൻ എല്ലാ രീതിയിലും സഹായിച്ചുകൊണ്ടിരുന്നതാണ് അവനെ പണിക്ക്. അതുമാത്രമല്ല, ഇനി നിൻ്റെ ചികിത്സയ്ക്കും വേണ്ടേ പണം. ഇനി ആ വാമദേവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പോകുന്നില്ല. നിന്നെ ചികിത്സിക്കണമെങ്കിൽ തന്നെ വേണം നല്ല പൈസ. അതുപോലെ തന്നെ സ്വാധീന വിവാഹം കഴിച്ച് അയപ്പിക്കണ്ടേ, അതിനും നമുക്ക് നിർവാഹമില്ല. ഇനിയിപ്പോൾ എന്തായാലും ദുർഗ ഉണ്ണിയൊക്കെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ദുർഗ ഉണ്ണി മാത്രമല്ല, ഈ ലോകം മുഴുക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിനക്കും സ്വാതിക്കും വിഷം വാങ്ങി തന്നിട്ട് ഞാനും ചാകും, അല്ലാതെ ഇങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല എന്ന്. ആ സമയത്ത് ഈ മേഘനാഥനാണെങ്കിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും ഒന്നും പറയാത്ത അവസ്ഥയെ തന്നെ ഇങ്ങനെ മേഘനാഥൻ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് കിടക്കാണ്. പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിനെ കണ്ടതും മോഹിനി, മോളെ എന്താ നീ കാര്യങ്ങൾ അറിഞ്ഞില്ലേ? പ്രതാപനെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ, ഞാൻ അറിഞ്ഞു, അത്രയും വലിയ തെറ്റ് ചെയ്ത ആളെ പിന്നെ ജയിലിലേക്ക് വിടരുതെന്നാണ് നിങ്ങൾ പറയണതെന്ന് വയ്ക്കുമ്പോൾ, അതല്ല മോഹിനി, നമ്മളുടെ മോളുടെ കാര്യം, അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ, അവളെ എങ്ങനെയെങ്കിലും കമലേശ്വരത്തേക്ക് പറഞ്ഞു വിടണം മോഹിനി എന്ന് പറയുമ്പോൾ, അതിന് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും ഇവളെ അങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കൂല. അതുമാത്രമല്ല, കണ്ണൻ്റെ മാത്രമല്ല, അച്ഛൻ ഉണ്ണിയുടെയും മഞ്ജുവിൻ്റെയും കൂടിയ അവരുടെ അച്ഛനെ കൊന്ന ആളുടെ മോളെ ആ വീട്ടിലേക്ക് കയറ്റാൻ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമാണോ ദുർഗ സമ്മതിക്കുമെന്ന്? ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടി മോഹിനി, നമ്മളുടെ കുഞ്ഞ് ഒരമ്മയാവാൻ പോവുമല്ലേടി, അപ്പോൾ അവൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണ്ടേ, അതുകൊണ്ട് നീ എന്തെങ്കിലും പറഞ്ഞ് ആ കണ്ണനെ മഹാലക്ഷ്മിയെ ഒന്ന് സമ്മതിപ്പിക്കുന്നു പറയുമ്പം, അതൊന്നും എനിക്ക് പറ്റില്ല. എന്തായാലും നീതിക്ക് വേണ്ടിയേ ഞാൻ പോരാടുള്ളൂ, അനീതിക്ക് വേണ്ടി ഞാൻ ഒരിക്കലും നിൽക്കൂല. ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിനൊന്നും പോകില്ല. വേണമെങ്കിൽ അമ്മയും കൊച്ചുമോളും കൂടെ പോയി അവരെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കിക്കോളാൻ. അന്നേരം ഈ കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, മുത്തശ്ശി എന്തിനാ എന്നോട് ഇഷ്ടമല്ലാത്ത ഒരാൾക്കുടെ മുമ്പിൽ എനിക്ക് വേണ്ടി പറയണേന്ന് ചോദിക്കുമ്പം, മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ടെങ്കിലും മോഹിനി പറയുന്നുണ്ട്, ഇപ്പോഴും ഇവളുടെ അഹങ്കാരത്തിന് മാറ്റമൊന്നുമില്ലല്ലോ, നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്ന അതേ സ്വഭാവം തന്നെ ഇവൾ കാണിക്കുന്നത്. നിങ്ങളെപ്പോലെ മാത്രമല്ല, നിങ്ങളെക്കാളും കുറച്ച് കൂടുതൽ സ്വഭാവം ഇവൾക്കുണ്ട്. സമയത്ത് പ്രതാപൻ്റെ അമ്മ വീണ്ടും പറയുന്നുണ്ട്, മോഹിനി, നമ്മളുടെ കുഞ്ഞിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോടി, അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കുന്നു പറയുമ്പം, അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നില്ല, അതും 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞ്. എന്നിട്ട് ലക്ഷ്മി മോളെ ഇവൾ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെ ഇട്ടില്ലേ എന്ന്. അന്നേരം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് മോൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ, അവിടെ മോളെ ഇട്ട് കഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് മോളെ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ, എന്ത് കഷ്ടപ്പാടാണെന്നാണ് പറയണത്, ഇവളെ വീട്ടുജോലിയല്ലേ ചെയ്യിപ്പിച്ചോളൂ, ഇവൾക്ക് പാചകം അറിയില്ലാത്തതുകൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ് ഇത്ര വലിയ തെറ്റെന്ന് ചോദിക്കുമ്പം, അതൊക്കെ പോട്ടെ മോഹിനി, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുമ്പം കാരണം വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എന്തിനാ എന്നോട് സ്നേഹമില്ലാത്ത ഇവരോട് സംസാരിക്കാൻ നിൽക്കണേ, ഇവരെ ഞാൻ എൻ്റെ അമ്മയായിട്ട് പരിഗണിച്ചിട്ട് പോലുമില്ല. അന്നേരം മോഹിനി പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇവളുടെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ആരുടെയും കാല് പിടിക്കാനൊന്നും എന്നെ പ്രതീക്ഷിക്കേണ്ടെന്നും പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞതും വീണ്ടും ഈ കരുണ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്തായാലും അങ്ങോട്ട് പോകണില്ല മുത്തശ്ശി എന്ന് പറയുമ്പം, മോൾ അങ്ങനെ പറയരുത്, മോളെ എങ്ങനെയും കമലേശ്വരത്ത് കയറി പറ്റണം, ഇല്ലെങ്കിൽ മോളുടെ ജീവിതം കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടിലാവും, മോൾ ഒറ്റയ്ക്ക് കുഞ്ഞിനെ വളർത്തേണ്ട വരും. അതുമാത്രമല്ല, മോളുടെ കുഞ്ഞിൻ്റെ അച്ഛനെ വേണ്ടേന്ന്. ആ സമയത്ത് കരുണയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ നല്ല കരച്ചിലി തന്നെയാണ്. ഈ വാമദേവനും പ്രതാപനും ഈ ചതി ചെയ്തുല്ലോ എന്ന് വിചാരിച്ച് സങ്കടം സഹിക്കാൻ പറ്റണില്ല. പെട്ടെന്ന് തന്നെ ദുർഗയ്ക്ക് എന്തോ ഓർമ്മ വന്നതുപോലെ ദുർഗ ഫോണെടുത്ത് സീമന്തിനിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ സീമന്തിനിയാണെങ്കിൽ ഈ മേഘനാഥന് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കണേ. ഫോൺ ബെല്ലടിച്ച് സീമന്തിനി ഫോൺ എടുത്ത് നോക്കിയതും ദുർഗയാന്ന് കണ്ടിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, ദുർഗയെ വിളിക്കണത്. ഇതിനു മുമ്പ് ദുർഗയെ ഉണ്ണിയും പല പ്രാവശ്യം വിളിച്ചു, അപ്പോഴൊന്നും ഞാൻ ഫോൺ എടുത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും അവരെല്ലാവരും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ഫോൺ എടുക്കാമെന്നും പറഞ്ഞിങ്ങനെ ഫോൺ എടുത്ത് ഹലോ എന്ന് ചോദിച്ചതും, നീ എന്താടി ഫോൺ എടുക്കാതിരുന്നതെന്ന് ദുർഗ ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പം ഈ സീമന്തിനി പറയുന്നുണ്ട്, ഇത് ഞാനാ ദുർഗ എടുത്തിയാന്ന് പറയുമ്പം, നിന്നോട് തന്നെയാടി ഞാൻ ചോദിച്ചത്, നിൻ്റെ കെട്ടുവനിപ്പോൾ ജയിലിലേക്ക് പോയില്ലേടി, എന്തായാലും അവൻ തന്നെ എനിക്ക് ജീവിതം ഉണ്ടാക്കി തന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ അവൻ മേളിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പം ഈ സീമന്തിനി പറയുന്നുണ്ട്, ദുർഗ എനിക്കിതൊന്നും അറിയില്ലായിരുന്നടി എന്ന് പറയുമ്പോൾ, നിങ്ങൾക്കെല്ലാം അറിയായിരുന്നു, നീയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. എന്നിട്ടോ ആ വിശ്വട്ടം മരിച്ചതിന് ശേഷം കണ്ണനെ മര്യാദക്കൊന്ന് ചികിത്സിക്കാൻ പോലും നിൻ്റെ കെട്ടുവൻ സമ്മതിച്ചില്ല. അയാൾ എന്നോട് ഓരോന്ന് പറഞ്ഞു തന്ന് കണ്ണൻ്റെ ചികിത്സ പോലും മുടക്കി മരുന്നിൽ മായം കലർത്തിയ കണ്ണന് കൊടുത്തത്, അതുകൊണ്ടാണ് കണ്ണൻ വീൽ ചെയറിലായിപ്പോയത്. ഇപ്പം അതിനുള്ളത് നിനക്ക് തിരിച്ച് കിട്ടിയില്ലേടി, നിൻ്റെ മോനിപ്പോൾ മേളിലേക്ക് നോക്കി മലർന്ന് കിടക്കല്ലേ, ഇനി അവൻ ഈ ജന്മം എഴുന്നേറ്റ് നടക്കാൻ പോണില്ലടി.
ഇനി നിൻ്റെ മോൾക്ക് നീ വലിയ കൊമ്പത്തെ ബന്ധമൊക്കെ അന്വേഷിച്ച് നടക്കണില്ലേടി. ഇനി അവളെ കല്യാണം കഴിക്കലും ഉണ്ടാവില്ല, അവൾ മൂത്ത് നരയ്ക്കുള്ളൂ. അതുപോലെ തന്നെ ഇനി കണ്ണൻ തരുന്ന ഒരു സഹായവും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. മാസം നിൻ്റെ കെട്ടുവൻ്റെയും മോൻ്റെ അക്കൗണ്ടിലേക്ക് കണ്ണൻ പൈസ അയച്ച് തന്നോണ്ടല്ലേ ഇരുന്നേ. ഇനി അത് നിനക്ക് കിട്ടില്ലടി, അതൊക്കെ കണ്ണൻ നിർത്തും. എന്തായാലും ഇനി കണ്ണനും മഹാലക്ഷ്മിയാണ് തീരുമാനിക്കണം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ ഫോൺ വെച്ചിട്ട് പോടിയെന്നും പറഞ്ഞ് ഈ ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. ദുർഗ ഫോൺ വെച്ചതും ഈ സീമന്തിനിയാണെങ്കിൽ മേഘനോട് പറയുന്നുണ്ട് ദുർഗയെ വിളിച്ചത് അവരെല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും നമുക്ക് പറ്റില്ല. ആ മാതിരി ചതിയല്ലേ നിൻ്റെ അച്ഛൻ അവരോട് ചെയ്തത്. സ്വന്തം പെങ്ങളെ ഒരുത്തനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, എന്നിട്ട് 6 വർഷം അവർ സുഖമായിട്ട് ജീവിച്ചോളൂ. അപ്പോഴേക്കും നിൻ്റെ അച്ഛൻ തന്നെ അയാളെ കൊന്ന് സ്വന്തം പെങ്ങളെ വിധവയാക്കി. സ്വന്തം ഭർത്താവിനെ കൊന്നവരോട് ഏതെങ്കിലും പെണ്ണുങ്ങൾ ക്ഷമിക്കുമോ, ഏതെങ്കിലും പെങ്ങന്മാർ ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഈ മേഘനാഥനാണെങ്കിൽ സംസാരിക്കാൻ പറ്റൂല, അത് ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണ്. അന്നേരം സീമന്തിനി പറയുന്നുണ്ട് ഇനി സ്വാതിയുടെ വിവാഹം എങ്ങനെ നടത്തും, മര്യാദക്കാരനെങ്കിൽ കണ്ണൻ തന്നെ മുന്നിൽ നിന്ന് അത് നടത്തി തന്നേനെ. ഇനി സ്വാതിയുടെ വിവാഹം ഒന്നും നടക്കാൻ സാധ്യതയില്ല. അതുമാത്രമല്ല ദുർഗ പറഞ്ഞത് ഇനി കണ്ണൻ മാസം നമുക്ക് തരുന്ന പൈസയും തരില്ല എന്ന്. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കൂടാ, നമ്മളെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. ആ വാമദേവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചില്ലി പൈസ പോലും ചിലവാക്കില്ല. അയാളുടെ കുറേ പൈസ ബാങ്കിൽ കിടക്കുന്നുണ്ടല്ലോ, ആ പൈസ വെച്ച് ജാമ്യത്തിൽ ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ എൻ്റെ സ്വർണവും പൈസയൊന്നും അതിനു വേണ്ടി കൊടുക്കുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട. അയാൾ ഒറ്റൊരുത്തം കാരണം ഈ കുടുംബം ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. അയാൾ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹമല്ല ശാപമെന്നും പറഞ്ഞ് ഈ സീമന്തിനി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജയിലാണ്. ജയിലിൽ പ്രതാപനും വാമദേവനും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ട് വാമദേവൻ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എന്നാലും എടാ ചതിയാ, നീ എന്ത് പണിയാടാ കാണിച്ചേ, നീ കോടതിയിൽ എന്തിനാടാ സത്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപൻ പറയുന്നുണ്ട് എനിക്കറിയായിരുന്നു നീ ഇതറിയാൻ വേണ്ടി വീർപ്പ് മുട്ടി നിൽക്കുമായിരിക്കുമെന്ന്. ഞാനും അതേ വീർപ്പ് മുട്ടലിലായിരുന്നടാ. ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ, ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ കരുണമോൾക്ക് വേണ്ടിയിട്ടാണ്. അവൾ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമുണ്ടാടാന്ന് ചോദിക്കുമ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതും ആ മാർക്കോയും ലോപ്പസും രാവിലെ തന്നെ വീട്ടിൽ വന്നിരുന്നു. കരുണമോളെ കടാരമുനയിൽ നിർത്തിയിട്ട് അമ്മയെ അവർ കോടതിയിലേക്ക് പറഞ്ഞു വിട്ടത്. അമ്മ കോടതിയിൽ ഞാൻ വന്ന് ഇറങ്ങിയതും എന്നെ മാറ്റി നിർത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടതോടുകൂടി എൻ്റെ ആത്മാവ് പോണ അവസ്ഥയായിരുന്നടാ. പിന്നെ എൻ്റെ മോളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താ കാര്യം, അതുകൊണ്ടാണ് ഞാൻ ജയിലിലേക്ക് വരാമെന്ന് വിചാരിച്ചതെന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായോടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ നമ്മൾ ആ മാർക്കോയെ തീർത്ത് കളഞ്ഞെങ്കിൽ നമുക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് നേരാ. അതുമാത്രമല്ല ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ബലമായിട്ട് നിൽക്കുന്നത് മാർക്കോയും പിന്നെ മഹാലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹം, അത് രണ്ടും ഉള്ളിടത്തോളം നമുക്ക് കണ്ണനെ മഹാലക്ഷ്മിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലടാ, ആ അയ്യപ്പ വിഗ്രഹത്തിന് അപാര ശക്തിയാണ്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങണേക്കാളും നല്ലത് ജയിലിൽ തന്നെ കിടക്കണതായിരിക്കും. എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മളെ കാത്തിരിക്കുന്നത് ആ മാർക്കോയായിരിക്കും. അതുമാത്രമല്ല കണ്ണൻ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണന് കോടികൾ കൊടുക്കേണ്ടി വരും. അതും നമ്മളുടെ സർവ്വ സമ്പാദ്യവും വിറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും, അതിന് നല്ലത് നമുക്ക് ജയിലിൽ തന്നെ കിടക്കണേ അടാന്ന്. ഇനിയിപ്പോൾ ദുർഗയും ഉണ്ണിയും സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് എൻ്റെ കരുണമോളെ ഇനി അവരങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാനും സാധ്യതയില്ല എന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല. ഇനി നിൻ്റെ കരുണമോൾക്ക് ഉണ്ണിയുടെ കൂടെ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് കരുതിയൊന്നും നീ ഇരിക്കേണ്ട. അവളുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ നീ കാരണം തന്നെ അവളുടെ ജീവിതം തകർന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണ് ഈ കമലേശ്വരത്തേക്ക് വന്നേക്കാണ്. അങ്ങനെ കോളിംബെല്ല് അടിക്കണമായിട്ട് ദുർഗ വന്ന് വാതിൽ തുറന്നതും ഈ പ്രതാപൻ്റെ അമ്മേനെ കണ്ടിട്ട് നിങ്ങളെന്താ ഇവിടെ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് ദുർഗമോളെ ഞാൻ കരുണമോളുടെ കാര്യം പറയാനാണ് വന്നത്. കരുണമോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം ദുർഗയ്ക്ക് അറിയില്ലേ. എന്തായാലും നിങ്ങളെ അമ്മേനെയും മോനെയും കാണാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഏതമ്മ ഏത് മോൻ, നിങ്ങളിവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഈ പടി ചവിട്ടണത് കണ്ണനും മഹാലക്ഷ്മിക്കും ഇഷ്ടമല്ല, ഇപ്പോൾ എനിക്കും ഇഷ്ടമല്ല. ഇനി നിങ്ങളുടെ കൊച്ചുമോള് എൻ്റെ മരുമകളായിട്ട് വേണ്ട, എൻ്റെ വിശ്വട്ടനെ കൊന്നവൻ്റെ മോളാ അതെന്നും പറഞ്ഞ് ഈ ദുർഗ ദേഷ്യപ്പെടുമ്പം മഹാലക്ഷ്മി ഈ കുടുംബത്തിലേക്ക് വരാൻ കാരണക്കാരാരാന്ന് ദുർഗയ്ക്ക് അറിയാലോ എന്ന് പറയുമ്പം അതൊക്കെ എനിക്കറിയാം, നമ്മളെല്ലാവരും ചേർന്നല്ലേ ഗൂഢാലോചന നടത്തിയത്. മഹാലക്ഷ്മിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ, കരുണയ്ക്ക് വേലക്കാരിയായിട്ടല്ലേ. എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുമൊന്നും വേണ്ടെന്ന് പറയുമ്പം എന്തായാലും കരുണയ്ക്ക് വേലക്കാരിയായിട്ടാണ് മഹാലക്ഷ്മി വന്നെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്തായാലും ഇനി നിങ്ങളുടെ കൊച്ചുമോളെ ഇവിടെ മരുമോളായിട്ട് എനിക്ക് ആവശ്യമില്ല. എൻ്റെ വിശ്വട്ടനെ കൊന്നവൻ്റെ മോൾ ഇവിടെ പാഴാൻ പാടില്ല, അവളെ ഞാനിങ്ങോട്ട് കയറ്റാനും ഉദ്ദേശിച്ചിട്ടില്ല.
വിളിച്ചില്ല എന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ, എന്തിനാ ഉണ്ണീനെ കാണണേ, എന്തിനാ, നിങ്ങളെന്തായാലും അകത്തേക്കൊന്നും കയറണ്ട, ഞാൻ പോയി ഉണ്ണിയോട് കാര്യം പറയാം, ഉണ്ണിക്ക് നിങ്ങളെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, എന്നാൽ നിങ്ങൾ കണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന പോലെ തന്നെ തിരിച്ചു പോയിക്കോന്ന്. അങ്ങനെ ഈ ദുർഗയാണെങ്കിൽ മേളിൽ ചെന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, ആ കരുണയുടെ മുത്തശ്ശി താഴെ വന്നിട്ടുണ്ട്, അവരെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്നെ കാണാനാന്നാ പറഞ്ഞേ, മോളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളൊന്നുമില്ല, ആ മുത്തശ്ശി മാത്രമേ ഉള്ളൂ, എന്തായാലും നീ അവരെ കാണാനൊന്നും പോകണ്ട, ഇനിയിപ്പോൾ വിശ്വട്ടനെ കൊന്ന ആളുടെ മോളെ ഇവിടെ താമസിപ്പിക്കാനും പറ്റില്ല, അതുകൊണ്ട് നീ ഇനി അവളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരൊന്നും വേണ്ട, അവളെ ഉപേക്ഷിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന്. ആ സമയത്ത് ഉണ്ണി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇതുപോലൊരു അവസരം നമുക്കിനി കിട്ടാൻ പോണില്ല, എന്തായാലും മഞ്ജുവും എല്ലാവരും സേഫായി, ഞാൻ മാത്രം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്, ഇപ്പോൾ നമുക്കിതൊരു അവസരം, ഇത് നമ്മൾ പരമാവധി മുതലെടുക്കണം, എന്തായാലും ഞാൻ അവരെ ഒന്ന് കാണട്ടെ, അവരെന്നെ പല പ്രാവശ്യം മണ്ണുണ്ണിന്നും ബുദ്ധിയില്ലാത്തവനെന്നും മന്ദബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ആക്ഷേപിച്ചൊക്കെയാണ്, ഇപ്പോഴെങ്കിലും എനിക്ക് അവരുടെ മുന്നിൽ ചെന്ന് തല നിവർത്തി നിന്നൊന്ന് സംസാരിക്കണമെന്നും പറഞ്ഞ് ഉണ്ണി ഈ പ്രതാപൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഈ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്ത് ഭാവിച്ചിട്ടാണ് നീ പോണേന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ പറയാം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണി പോയി പ്രതാപൻ്റെ അമ്മയുടെ മുന്നിൽ നിന്നതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഉണ്ണിക്കുട്ടാന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഉണ്ണി അച്ഛനെ കൊന്ന ആളുടെ മോളാണ് കരുണ എന്നുള്ള വിഷമമൊന്നും ഉണ്ണിക്കില്ല. ഉണ്ണിക്ക് പ്രതാപൻ്റെ സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഉണ്ണി കരുണയെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. ആ ഒരു രീതിയിലാണ് ഉണ്ണിയുടെ സ്വഭാവം പോണത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.